ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദിന്റെ ചെറുപ്പം മുതൽക്കുള്ള കഥകൾ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ജീവിതത്തിൽ ഒരു കറുത്ത പുള്ളി പോലും തന്റെ ഹൃദയത്തിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മോശപ്പെട്ട ഒരു സംഭവം ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായതായി ഒരാളും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടവർക്ക് അനുഭവമുണ്ടോ? ഏകദേശം 3 പതിറ്റാണ്ടുകളോളം ബഹുമാനപ്പെട്ടവരോട് ഞാൻ സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. വളരെ അടുത്തതായിരിക്കുന്ന ബന്ധം പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കില്, പ്രവർത്തനത്തില്, വേഷത്തില്, സംസ്കാരത്തില്, കുടുംബാന്തരീക്ഷത്തില് എവിടെയും എന്റെ മനസ്സിന് വെറുപ്പുണ്ടാകുന്ന എന്തെങ്കിലും, നീരസമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇല്ല. ഹറാമായിരിക്കുന്ന ഒരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് അറിയില്ല. അദ്ദേഹത്തിന്റെ നടത്തം അറിയാലോ, നേരെ മുമ്പിലുള്ളതല്ലാത്ത മറ്റൊന്നും അദ്ദേഹം കാണില്ല. തല താഴ്ത്തി നടക്കുന്നതിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ നോക്കി നടക്കല്ലാതെ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാലല്ലേ എന്തെങ്കിലും ഹറാമായ കാഴ്ച ബഹുമാനപ്പെട്ടവർക്ക് കാണാൻ കഴിയാം. നേരത്തെ പറഞ്ഞാൽ സുബൈക്ക് മുമ്പ് വരുന്നത് അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂല് ജുമുഅക്ക് വരുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ഓരോ 1-ാം സഅത്തിൽ വാഗ്ദാനം ചെയ്തത് ഒട്ടകമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദിന് അള്ളാഹിന്റെ റസൂല് ഒട്ടകത്തിന്റെ മുമ്പ് വല്ലതും കൊടുത്താൽ കിട്ടുന്ന കൂലി ഉണ്ടെങ്കിൽ ആ കൂലിക്കും അർഹരായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ്. വെള്ളിയാഴ്ച വളരെയധികം സ്നേഹിച്ചു. എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് പള്ളിത്തോട്ടിലുണ്ടാവും. ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാ. ചെറുപ്പം അദ്ദേഹത്തിന്റെ യൗവനം ചെലവഴിച്ചത് ഉമ്മയെ പരിചരിക്കാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർശിന്റെ നിഴല് കൊടുത്ത് സംരക്ഷിക്കുന്ന 7 വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അല്ലാഹുവിന്റെ ഇബാദത്തിലാണ് യൗവനം ചെലവഴിച്ചത്. അന്നും മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഉസ്താദ്. ആ ഉമ്മയുടെ ഖബറിടത്തിൽ സുബഹിന്റെ ഏകദേശം 3/4 മണിക്കൂർ മുമ്പ് വന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്ത് സുബഹിന്റെ പള്ളിയിലേക്ക് കയറുമായിരുന്നു. അതായിരുന്നു പതിവ്. കുറെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിന് തല ചുറ്റുന്ന ഒരു അസുഖം. ഏതാ വളരെ വിഷമം പിടിച്ച ഇതുപോലത്തെ കർക്കിടക മാസത്തിൽ പൊതിഞ്ഞ വരമ്പത്ത് ചവിട്ടിയിട്ട് ഒരു ടയർ കൊണ്ട് ഉണ്ടാക്കിയ ചെരുപ്പ് അതേ മൂപ്പരിട്ടുള്ളൂ. ഈ വരമ്പ് ചവിട്ടിയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ വരുന്ന നടന്നു. അത് തരണം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു പള്ളിയിലേക്ക് വരും. പിന്നെ ഈ തലകറക്കവും അസുഖം വന്നതോട് കൂടിയാണ് ബഹുമാനപ്പെട്ടവർ പിന്നീട് വെള്ളിയാഴ്ച മാത്രം പള്ളിയിലേക്ക് വരുന്ന സമ്പ്രദായത്തിലേക്ക് മാറിയത്. അത് തന്നെ വരുന്നത് പിന്നെ ചുറ്റിയിട്ടാണ്. ഈ അസുഖം വരുമ്പോ പിന്നെ അങ്ങനെ തെക്കേക്കര വഴിക്ക, അങ്ങനെ റോഡ് വഴിക്ക പിന്നെ വരിക. അങ്ങനെ വരുമ്പോ ഏകദേശം 1.25 കിലോമീറ്ററോളം ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. ആ രീതിയിൽ ബഹുമാനപ്പെട്ടവർ വന്നിട്ട് പള്ളിയിൽ നിരന്തരമായ ദിക്റുകൾ, നിസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം, ഓരോ 100 തവണ ചെല്ലുന്ന ദിക്റുകൾക്കും നോട്ട് ബുക്കിന്റെ ഒരു ഏടും ഒരു പേനയുണ്ടാവും. ഓരോ വര ജുമാ വിരിഞ്ഞു പോകുമ്പോഴേക്ക് ആ നോട്ട് ബുക്കിന്റെ ഏടുകൾ മുഴുവനും ഓരോ 100 ദിക്റുകൾ കൊണ്ട് വരകൾ നിറഞ്ഞിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ടവരുടെ ഒരു കൊടയും ഉണ്ടാകും, ഒരു ടോർച്ചും ഉണ്ടാകും. പഴയ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ വേഷം നോക്കൂ. സുന്നത്തിനെതിരായി അദ്ദേഹത്തിന്റെ വേഷത്തിന് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നോ? അദ്ദേഹത്തിന്റെ ശരീരത്തോട്, ദേഹപ്രകൃതിയോട് യോജിച്ച ഒരു തലയ്ക്കെട്ട്, നല്ല ഒരു ജുബ്ബ, കണങ്കാലിന്റെ പകുതിയോളം വരുന്ന തുണി, അത് വളരെ വൃത്തിയായിരിക്കും. ഇങ്ങനെയുള്ള ചേറ് ചോട്ടി വന്നാലും പള്ളിയിലേക്ക് വരുമ്പോ ഒരു അഴുക്കിന്റെ ചെറിയൊരു പുള്ളി പോലും ബഹുമാനപ്പെട്ടവരുടെ തുണിയിലുണ്ടാവില്ല. സുഗന്ധം പൂശിയിട്ട് അതുപോലെ തന്നെ ദിക്റ് ചൊല്ലിയിട്ട് ഇതേ വേഷം സുഗന്ധം പൂശിയിട്ട് വരും ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടാവൂലല്ലോ. മുത്തഅല്ലിമീങ്ങൾ എന്നൊരു മുത്തഅല്ലിമിനെ പറഞ്ഞു നോക്കുക, എന്താണ് അതിൻ്റെയൊക്കെ അതപ്പ് നോക്കണം. എന്നിട്ട് ചായക്ക് കാശ് കൊടുക്കുക. കൊണ്ടുവരുന്ന കുട്ടിക്ക് ഒരു ചായക്കുള്ള പൈസ, പിന്നെ രണ്ടാമത് എനിക്കൊരു ചായ, ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ചായയും കടി എനിക്ക്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദിന് ഒരു ചായയും കടി, 3 ചായക്ക് 3 കടിക്കാണ് പറഞ്ഞേക്കുക. എന്നിട്ടൊന്ന് കൊണ്ടുവരുന്ന കുട്ടിക്ക് മറ്റേ അദ്ദേഹം തന്നെ കഴിക്കും. കഴിച്ചാൽ അതിലെ പുതിയ ബാക്കി അര അപ്പം മാത്രം കഴിക്കും, പിന്നെ അത് വേറെ കുട്ടികൾക്ക് കൊടുക്കാം. ഇങ്ങനെ ബഹുമാനപ്പെട്ടവര് ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. വീട്ടിൽ എത്ര ശുദ്ധമാണ്,
3 വർഷത്തോളം വീട്ടിൽ തന്നെ വിശ്രമിച്ചു. ഒരു രോഗി കിടക്കുന്ന റൂമാണ് എന്ന് അറിയുന്ന, എന്തെങ്കിലും നമുക്ക് അരോചകമാവുന്ന ഒരു ദുർഗന്ധമോ മറ്റോ ആ വീട്ടില്ല. സുഗന്ധം ഇങ്ങനെ ഇതാ റബീഉൽ അവ്വൽ വരാൻ പോകുക. റബീഉൽ അവ്വൽ ഒന്നാവുന്ന ആ ഫസ്റ്റ് ദിവസം തന്നെ, ഒന്നാമത്തെ ദിവസം പള്ളിയിലേക്ക് ആവശ്യമാകുന്ന ചീരണിയുമായി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരും ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ്. അതിൽ ഒരുപാട് കെട്ടുകണക്കിന് എന്താണ് ഹലുവ, പിന്നെ ഒരു ഇത്ര കെട്ടുണ്ടാവും ആ ചന്ദനത്തിരിക്കൂട്, ഇത്ര പോകുന്ന ഒരു പെട്ടി മുഴുവൻ തീപ്പെട്ടിക്കൂട്, പിന്നെ തേങ്ങ കുറെ, ഒരു ചാക്കിൽ അരച്ചാക്ക് തേങ്ങ. ഈ പതിവ് ബഹുമാനപ്പെട്ടവർ വഫാത്താവുന്നവരെല്ലാം അത് കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ഇത് മുറതെറ്റാൻ നടന്നു. ദാനധർമ്മങ്ങൾ എത്ര ചെയ്തിരുന്നു ബഹുമാനപ്പെട്ടവർ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു 2 കട്ടകളെ ഒരു എവരടി ടോർച്ച, ഒരു പഴയ ടോർച്ചുമായിട്ട് ഇതുണ്ടാകും. ആ ടോർച്ച് കൊണ്ടുവരിക. ബഹുമാനപ്പെട്ടവർക്ക് ആരോ ഒരു പുതിയ എവരടി ടോർച്ച്, 2 കട്ടയുള്ള ടോർച്ച് വാങ്ങിക്കൊടുത്തു. അത് വാങ്ങിക്കൊടുത്തിട്ട് ബഹുമാനപ്പെട്ടവര് വരിക, എന്നിട്ട് പുതിയ ടോർച്ച് എനിക്ക് തരിക. 2 ടോർച്ച് കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് ഇതാ ഉസ്താദിന് വേണ്ടിയിട്ട് ഇതാണ് ഇത് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ടോർച്ച് ഉപയോഗിക്കാറില്ല, പൊതുവെ ഞാൻ ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ടോർച്ച് വേണ്ട, എനിക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗമല്ല എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. ഇത് നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് ആ പഴയത് അത് തന്നോളിയും, പുതിയത് നിങ്ങൾക്ക് ഇക്കോട്ടെ, നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടെ തന്നായിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവരെ സംഭവിച്ചില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ആയത്തിനെ അനർത്ഥമാക്കുന്ന വിധം നിർബന്ധിച്ച് എന്നെ പിടിപ്പിച്ചുകൊണ്ട് കുറച്ച്. അതുപോലെ പരിശുദ്ധമായ റമദാൻ ശരീഫ് തുടങ്ങിയ 27 കാത്തുപോലെ തുടക്കത്തിൽ ഒരു പ്രാവശ്യം 500 ഉറുപ്പിക എനിക്ക് തൊടുന്നു. എന്നാത് തരുന്നത് ഇന്നൊരു 2000-3000 രൂപയുടെ മൂല്യം അന്ന് 500 ഉറുപ്പിക ഉണ്ടാവും. 500 രൂപ എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് തരിക. ഞാൻ പറഞ്ഞത് വേണ്ട, വീട്ടിൽ എന്തെല്ലാം ആവശ്യം ഉണ്ടാവും, ഇത് കിട്ടിയിട്ട് വേണ്ടേ. ഒരുപാട് കുടുംബങ്ങളുണ്ട്, അദ്ദേഹം മാത്രമല്ല കഴിയുന്നത്, ജ്യേഷ്ഠന്റെ മക്കള്, വലിയ ഒരു കുടുംബം തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ച്. അദ്ദേഹത്തിന് ഒന്നുമില്ല, തവക്കുലല്ലാതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തവക്കുലാക്കുന്നതല്ലാതെ മറ്റൊന്നുമില്ല. അവരെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് ഉള്ള വരുന്ന ഈ വരുമാനം കൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി വളരെ നല്ല മനസ്സോടുകൂടെ ദാനം ചെയ്യുന്ന, ഹദിയ ചെയ്യപ്പെടുന്നത് കൊണ്ട് കഴിയുക. അപ്പൊ ആവശ്യം വരൂലേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താ? റമദാനിന്റെ തുടക്കമായിട്ട് എനിക്ക് നല്ല ഹദിയ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ഹദിയ ചെയ്യുമ്പോ അതിൽ നിന്ന് ഞാനും വേണ്ടപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഇത് വാങ്ങണം. ദാനം ബഹുമാനപ്പെട്ടവരുടെ ശീലമായിരുന്നു. ദുനിയാവിനോട് യാതൊരു തഅല്ലുഖുല്ല, ഒരു ബന്ധമല്ല. എന്താണ് ആ മനസ്സ്? ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ടവരിലതും പറഞ്ഞതൊക്കെ നമ്മൾ കാര്യം കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ, ജ്യേഷ്ഠന്റെ മക്കളും പേരക്കുട്ടികളും അവരോട് അന്വേഷിച്ചെന്ന് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം, നിങ്ങളോട് മക്കളെ എപ്പോഴെങ്കിലും കണ്ട കുഞ്ഞാപ്പ എന്ന് അവരെല്ലാരും വിളിക്കുക, എന്തെങ്കിലും വെറുക്കുന്ന കാര്യങ്ങൾ പറയങ്ങളെ അടിക്കലോ ശകാരിക്കലോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അദ്ദേഹത്തിന് പല പരിപാടികളുണ്ടായിരുന്നു. ചന്ദനത്തിരി കുത്തിവെക്കാനുള്ള ചില സാധനങ്ങൾ, കൊടക്കമ്പിയും മറ്റു ചില വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കരകൗശല വസ്തുക്കൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അതെടുത്തിട്ട് തുണിയതായിട്ട് കേടിയിരുന്നു. അപ്പൊ കുഞ്ഞാപ്പ പറയേ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് പറയലല്ലാതെ ഞങ്ങൾ അടിക്കേ, അതല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക്, എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ദേഷ്യം വരുമ്പോ വായിലാദ്യം വരുന്ന ചില സാഹിത്യ വാക്കുകൾ ഉണ്ടാവുമല്ലോ, ഇല്ല, ഉണ്ടായിട്ടില്ല. ആ പേരക്കുട്ടി പറയാണ്, ഞങ്ങളെ ഉമ്മ, അതായത് ആ മകൻ, പിന്നെ ജ്യേഷ്ഠന്റെ മകൻ പറയാണ് ഞങ്ങളോട് ഉമ്മ, അതായത് മുത്തച്ഛിയ, നമ്മളെ വീടുകളിൽ ആലിമികളുടെ വീട്ടിൽ പോലും എന്ത് ചുട്ടിയാണ് ഉണ്ടാവാറ്. അദ്ദേഹത്തിനും ജ്യേഷ്ഠനും ഒരു തറവാട്ട് വീടായിരുന്നു, വലിയ ഒരു തറവാട് വീട് അവിടെ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠന്റെ ഭാര്യ അഥവാ മൂത്തച്ചി ഭക്ഷണ സാധന അദ്ദേഹത്തിന് പ്രത്യേകമായി ഭാഗത്തിന് റൂമ. ആ ഉമ്മ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്ത് നേരെ മുഖം തിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും, ഇത് കൊണ്ടുവന്ന് തരാൻ വേറെ ആരും വീട്ടിൽ ഇല്ലേ എന്ന് ചോദിക്കും. ആ മൂത്തച്ചിയുടെ മുഖത്തേക്ക് പോലും ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് നോക്കിയിരുന്നില്ല.
ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിയാറുകളിൽ ചിലർക്കുണ്ട് ഇങ്ങനെ ചില വിശുദ്ധ മനസ്സ് കൊടുത്ത്. ബഹുമാനപ്പെട്ട ഒരു സഹാബിയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അദ്ദേഹം അള്ളാനെ പേടിയില്ലെങ്കിൽ പോലും അല്ലാഹുവിന് അദ്ദേഹം ദോഷം ചെയ്യൂല. ദോഷം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി കൊടുക്കാത്ത ഒരു നല്ല മനസ്സിന്റെ ഉടമ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകുമോ? എവിടെയാണ് കാണാൻ കഴിയുക? എത്ര വലിയ മഹത്തുക്കളാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ എന്തെങ്കിലും സല്ലത്തുകൾ, എന്തെങ്കിലും അപാധകൾ, എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ, കുറ്റങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാനുണ്ടാകും. പക്ഷേ ഈ മഹാമനീഷിയുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് കറുത്ത പുള്ളി വീഴ്ത്തുന്ന ഒരു ചെറിയ ദോഷം പോലും സംഭവിച്ചതായിട്ട് ആരോട് ചോദിച്ചിട്ടും എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അനുഭവത്തിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ വെള്ളിയാഴ്ചയെയും അല്ലാഹുവിന്റെ വിശുദ്ധമായ പള്ളിയെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുന്ന് ജനിച്ച റബീഉൽ അവ്വലിനെയും അല്ലാഹു ആദരിച്ച എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ആദരിച്ചതിന്റെ ഫലമല്ലേ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് വെള്ളിയാഴ്ച രാവിലാണ്. അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കാൻ കാരണമാകുന്ന രോഗം അദ്ദേഹത്തിന് വന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അതും എന്താ ഒരു ഗുണമായിരിക്കാം. വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് വരാണ്. പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ഏകദേശം 7-7:15 സമയത്ത് ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയതാ. അവിടെ ഇരുന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് വരാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. ശരീരം തളർന്നു പോയി. അങ്ങനെ മുറ്റം അടിച്ചു വാരുന്ന കുട്ടികളാണ് ആ തകരത്തിന്റെ വാതിൽ ഇങ്ങനെ ഇടക്കിടക്ക് മുടിക്കുന്നത് കേട്ടപ്പോ അബ്ദുൽ ഉസ്താദ് ബാത്റൂമിന്റെ അകത്താണ്, മുട്ടുന്നുണ്ട്, തുറക്കണില്ല. ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ട് തുറക്കണില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് മുകളിൽ കൂടി കയറ്റി എടുത്തപ്പോ ബഹുമാനപ്പെട്ട വിസർജനം നടത്തി പരിപൂർണമായി ശുദ്ധീകരിച്ചിരിക്കുന്നു. ക്ലോസറ്റ് വൃത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവരവിടെ വീണ് കിടക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ എടുത്ത് കൊണ്ടുവന്ന് വേഗം വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റുകളും അതിന്റെ ലിസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് വേഗം മണ്ണാർക്കാട്ടേക്ക് ഒരു ഓട്ടോ എടുത്തിട്ട് വേഗം ഓടി. പിന്നീട് മൗലാനയിലേക്കും മറ്റു ചികിത്സയിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് അത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്ഥലത്ത് ബഹുമാനപ്പെട്ടവര് ഒരു അന്യ സ്ത്രീയുടെ മുഖത്ത് നോക്കി പരിചരിക്കേണ്ട ഒന്നിനെ വളരെയധികം വെറുത്തു. വലിയ അത്യാസന്ന നിലയിലായിട്ട് പോലും ഹോസ്പിറ്റലിലേക്ക് ബഹുമാനപ്പെട്ടവർ പോകാൻ വെറുക്കാനുള്ള കാരണം അവിടെ അദ്ദേഹത്തെ പരിചരിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും, നഴ്സുമാരായിരിക്കും. അവരുടെ മുഖത്തേക്ക് നോക്കാൻ, അവര് ശരീരത്തിൽ സ്പർശിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹം പോലെ തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കാനുള്ള ഇടവരാതെ അവരുടെ പരിചരണത്തിന് കീഴെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റ് മുടങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ സമീപിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷാത്കരിച്ചത് കൊണ്ടല്ലേ വെള്ളിയാഴ്ച രാവ് സ്വന്തം വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട സമയത്ത് പുഞ്ചിരിച്ച് മരിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ജീവിതത്തെ കബൂൽ ചെയ്തിരിക്കുന്നു. അവരുടെ കർമ്മഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തന്നെ നൽകിയിരിക്കുന്നു എന്നതിന്റെ ബാക്കി പത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അടയാളങ്ങൾ മുഴുവനും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു മഹാനെ നമ്മൾ തിരഞ്ഞാക്കാണൂല, നമ്മൾക്ക് തിരഞ്ഞാൽ കിട്ടൂല. പക്ഷേ അറിയപ്പെടാൻ ബഹുമാനപ്പെട്ടവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല. തന്റെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ ബഹുമാനപ്പെട്ടവർ കൊതിച്ചില്ല. 4 ആള് കൊടുന്ന ഒരു സദസ്സിലും ബഹുമാനപ്പെട്ടവർ വന്നില്ല. നമ്മുടെ പള്ളിയുടെ വിപുലീകരണത്തിന് 1,50,000 രൂപ ചോദിച്ചിട്ടില്ല. വാഗ്ദാനം ചെയ്യുകയല്ല, നേരിട്ട് കൊടുത്തേക്കാണ്. അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, കാരണം ചോദിക്കാൻ പോലും ധൈര്യമല്ല. 1,50,000 രൂപ തന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഇത്രയും വലിയ സംഖ്യ സഹായിച്ചതാണ്. അതിന്റെ ഉദ്ഘാടന സമയമാകുന്നതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ. നമ്മുടെ ഉദ്ഘാടനമാണ്, ഉസ്താദ് വരണം.
അദ്ദേഹം വരാൻ എനിക്ക് അങ്ങനെ കഴിയൂല, എനിക്ക് വരാൻ പറ്റൂലല്ലോ, പള്ളിയിലേക്ക് കയറാൻ എനിക്ക് നടക്കാൻ കഴിയൂലല്ലോ. നിങ്ങളെന്തുകൊണ്ടും വിഷമിക്കണ്ട, പള്ളിയുടെ മുറ്റത്തിലേക്ക് വാഹനം കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് വല്ല കസേരയിലോ മറ്റോ ഇരുത്തിയിട്ട് പള്ളിയിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. അങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആളാകാൻ ശ്രമിച്ചില്ല. മരണപ്പെട്ട വീടുകളിൽ പോലും അദ്ദേഹത്തിന് വരാൻ കഴിയൂല. അങ്ങനെ വരുമ്പോ പ്രത്യേകമായ വെപ്രാളമാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ അറിവ് സംഭവിക്കുക. അങ്ങനെ 1-2 മരണങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത കാര്യം പറയലുണ്ട്. നമ്മുടെ ഈ വാലിപ്പടി ഭാഗത്ത് ഒരാൾ മരിച്ചോ സന്ദർശിച്ച കാര്യം അദ്ദേഹം പറയാം. തിരിച്ചു വരുമ്പോ കുറച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു, പിന്നെ എങ്ങോട്ടാ പോരേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങോട്ട് വരേണ്ട റോഡ് മറന്ന് മറ്റൊരു വഴിക്ക് പോയി. അദ്ദേഹത്തിന് ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചത് അദ്ദേഹം തന്നെ നേരിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആളുകളൊന്നും കാണപ്പെടുന്ന ഒരു സ്റ്റേജിലും ആലാൾ കൂടുന്ന സ്ഥലങ്ങളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആഖിറത്തിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു മുത്തഖിയായ വ്യക്തി ജീവിക്കേണ്ടത് എന്ന് ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയുന്നു. ഒരു മുഅ്മിനായി ജീവിക്കാൻ പ്രയാസമാണ്. മുഅ്മിനായി അവന്റെ ഈമാൻ കാത്ത് സൂക്ഷിച്ചുകൊണ്ട്, തഖ്വ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഞാനും നിങ്ങളൊക്കെ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്ത് കലാപകലുഷിതമായ അന്തരീക്ഷമോ ജീവിത ചുറ്റുപാടുകളോ ആണെങ്കിലും, എന്തെന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ്. ആ മഹാനവറുകളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെ